ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. ഡിന്നറിന് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ രാവിലെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ലഞ്ചിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതിൽക്ക് ഷോപ്പിൽ പോയിട്ടുണ്ട്, കുട്ടികൾ സ്കൂളിലും പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. പിന്നെ ഗോതമ്പ് പൊടിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ചിലർ പച്ചവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കുന്നത് കാണാറുണ്ട്. എനിക്ക് ഏറ്റവും നന്നായി തോന്നാറുള്ളത് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് ചുട്ടാൽ നല്ല സോഫ്റ്റായി കിട്ടാറുണ്ട്. പിന്നെ ഈ മാറ്റിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. ഈ മാറ്റ് നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ ഇത് ഞാൻ കട്ടിംഗ് ബോർഡിന് പകരം യൂസാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കത്തി തട്ടി മുറിഞ്ഞതാണ്. അങ്ങനെ പരത്താനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. കുറച്ച് പൊടിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ബോൾസും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു 5-6 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഇത് ഇവിടുത്തെ ഉമ്മ ചെയ്യുന്നത് കണ്ടാട്ടാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ആ പ്രസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്താൽ മതി. നമ്മുടെ PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാട്ടോ പരത്തിയെടുക്കുന്നത്. എനിക്കിതാട്ടോ കംഫർട്ടബിൾ. ഇനി ചിക്കൻ പാർട്സ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. അതിന് വേണ്ടിയിട്ട് ചിക്കൻ പാർട്സ് കുക്കറിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക്, 2 സവാള, 1 തക്കാളി, പിന്നെ കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 3-4 വിസിൽ വേവിച്ചെടുക്കുക. കറിയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് വറവിട്ടപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളും അതിലേക്കൊക്കെ പോയതിനു ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇനി ഇത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ഒന്ന് കാസറോളിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. ഞാൻ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ഇത് എന്നും ചെയ്യുന്ന പോലെ തന്നെ ബെഡ്ഷീറ്റ്, ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുന്നുണ്ട്. ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ഈ പൊട്ട്പൂരി അഥവാ ഡ്രൈ ഫ്ലവറൊക്കെ പറയണ ഈ സാധനം സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. 2 മന്തൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം ഇതിൻ്റെ സ്മെല്ല് നിന്നിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്കൊരു എസെൻഷ്യൽ ഓയിലുണ്ട്, വാങ്ങിക്കാൻ കിട്ടും. ഒഴിച്ചു കൊടുത്താൽ കുറേ ദിവസം അങ്ങനെ അതിൻ്റെ സ്മെല്ല് നിന്നോളും. ഈ ചെടിയൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം. ഇതിൻ്റെ ലീഫിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഇതുപോലെ കഴുകിയെടുക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ടിരുന്നോളും. അതുപോലെ ഈ പോട്ടൊക്കെ ഒന്ന് തുടച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. ഞാൻ കമ്പനിയിൽ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ശ്രദ്ധിക്കുക. നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളോ വരാനിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും ആലോചിക്കാതിരിക്കുക. ഇപ്പോൾ എന്താണോ അതാണ് നമ്മുടെ ലൈഫ്.
നമുക്കിഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനെല്ലാം സമയം കണ്ടെത്താം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലർക്ക് ചെടികളോടായിരിക്കും, ചിലർക്ക് പെറ്റ്സുകൾ വളർത്തുന്നതിനോടായിരിക്കും, ചിലർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, നല്ല ഫുഡ് കഴിക്കുന്നത്, ഒരുപാട് യാത്രകൾ പോകുന്നത്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടാവും. അതെല്ലാം കണ്ടെത്തി നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് മാക്സിമം നമ്മളെ ലൈഫ് ഹാപ്പി ആക്കാൻ ശ്രമിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് ഹാപ്പി ആക്കാൻ കഴിയും. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക. പരിഭവങ്ങളും പരാതികളും ഒഴിവാക്കുക. ദൈവവിശ്വാസം കൈവെടിയാതിരിക്കുക. ഇതാ ഈ സ്പൂൺ സെറ്റ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അതുപോലെ കാസറോള് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഡ്രസ്സുകളൊന്നും ഞാൻ മെഷീനിൽ ഇടാറില്ല. ഫ്രൈഡ് ഡ്രസ്സ്, കുട്ടികളുടെ യൂണിഫോം നല്ല ചെളിയുള്ളത്, അതുപോലെ പുതിയ ഡ്രസ്സ് അതൊന്നും മെഷീനിൽ ഇടാറില്ല. അതൊക്കെ കല്ലിൽ തന്നെയാണ് അലക്കാറുള്ളത്. ഇതാ കല്ലിൽ അലക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഡിറ്റർജൻറ്റ് പൗഡറിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതാ ഫ്ലോറും കൂടെ ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റും കൂടെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.